നമ്മൾ ചുരുക്കം പേരെ ദിനകത്തളകളിൽ കൂടി ഇരിപ്പുള്ളെങ്കിലും അസാധാരണമായ ദൈവസാന്നിധ്യം ദിനകത്തളങ്ങളിലുണ്ട്. ദിനാത്രികാലം എനിക്ക് ഹല്ലേലൂയ ഉറപ്പോടെ വിശ്വാസത്തോടെ പറയുവാൻ കഴിയും. ദൈവസാന്നിധ്യം ദിനകത്തളങ്ങളിലുണ്ട്. ദിനകത്തളങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ശരീരത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആത്മാവിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി കാലം എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അവൻ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ എന്നെ തൊട്ടുകൊണ്ടിരിക്കുന്നു. അവൻ എന്നെ ശക്തനാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്താണ് ഞാൻ കടന്നു പോകുമ്പോൾ ആമീൻ ഹല്ലേലൂയ ഒരു ദാവീദിനെ പോലെ ആമീൻ എന്റെ കുടുംബത്തിന് നേരെ, ആമീൻ എന്റെ നന്മയ്ക്ക് നേരെ, ആമീൻ ഹല്ലേലൂയ എന്റെ തലമുറയ്ക്ക് നേരെ, എന്റെ സഹോദരങ്ങൾക്ക് നേരെ വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില ഗോലിയാത്തുൽ ഹല്ലേലൂയ ശക്തികളെ തകർക്കുവാൻ ഉള്ള അഭിഷേകത്തിന്റെ ശക്തിയോടെ കൂടെയാണ് ഞാൻ ഇതിനകത്തളങ്ങളിൽ രാത്രികാലം മടങ്ങി പോകുന്നത്. എത്ര പേർക്ക് രാത്രികാലം വിശ്വാസമുണ്ട്? യേശുവിന്റെ നാമത്തിൽ അവൻ ദാവീദ് കേൾക്കുന്നത് പേര് വരുമ്പോ അവന്റെ ഹൃദയത്തിനകത്ത് വിശ്വാസമുണ്ട്. എന്റെ സമൂഹത്തെ വെല്ലുവിളിക്കുന്ന, എന്റെ പ്രിയപ്പെട്ടവരെ വെല്ലുവിളിക്കുന്ന, അവൻ എന്റെ സഹോദരങ്ങളെ വെല്ലുവിളിക്കുന്ന അന്ധകാര ശക്തിയെ ഞാൻ തകർക്കുമെന്നുള്ള ഒരു ഉത്തമ ശാരീരിക ബോധ്യത്തോടെ വിശ്വാസത്തോടെ അവൻ കയറി വന്നെങ്കിൽ ഇത് രാത്രികാലം അഭിഷേകത്തിന്റെ ശക്തിയോടെ ചിലതിനെ തകർക്കപ്പെട്ടവണ്ണമല്ല തീയോടെ ഞാൻ ഇതിനകത്തങ്ങളിൽ ഇറങ്ങിപ്പോകും. ഇന്ന് രാത്രികാലം തുടർന്ന് സമയങ്ങൾ വേസ്റ്റാക്കി കളയാതെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യയിൽ ഇന്ന് വരെ ഈ മീറ്റിംഗിൽ കടന്നു വരാത്ത ഇതിവിടെ വന്നിട്ടില്ല, ഈ ഭവനം അറിയത്തില്ല, ഈ ദേശം അറിയത്തില്ല. ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് ദൈവദാസൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഇന്ന് രാത്രികാലം
ദൈവദാസൻ കടന്നു വരുവാൻ ഇടയായി തുടർന്നുള്ള സമയങ്ങളിൽ ആമേൻ ഹല്ലേലൂയ. തുടർന്നുള്ള സമയങ്ങൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ആമേൻ ഹാലിൽ തന്നിൽ കൂടെ കേൾക്കുവാൻ സ്വർഗ്ഗം നമ്മെ സഹായിക്കട്ടെ. എന്താണ് ദൈവം? ഹല്ലേലൂയ. നന്ദിയുടെ സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രി കാലം ദൈവദാസന്റെ സാക്ഷ്യം അല്പസമയം പറയാമെന്ന് ആമേൻ ഹല്ലേലൂയ പറയുവാൻ ഇടയായി തീർന്നു. തന്റെ സാക്ഷ്യം ആമേൻ ഹല്ലേലൂയ നമുക്ക് കേൾക്കാം. ആമേൻ. എനിക്ക് നന്നായിട്ട് അറിയാം, എങ്കിലും മറ്റുള്ളവർക്ക് ആർക്കും അറിയത്തില്ലല്ലോ താൻ ഏത് ഭാഗത്തു നിന്നാണ് ഈ മേഖലയിലേക്ക് കർത്താവ് കൊണ്ടുവന്നതെന്നുള്ള ആമേൻ സാക്ഷ്യം. തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ, നന്മകൾ ഒക്കെ ഇന്ന് രാത്രി കാലം ഇവിടെ നിന്നുകൊണ്ട് നമ്മളോട് കൈമാറുവാൻ ഇടയായി തീർന്നുള്ള സമയങ്ങളിൽ അച്ഛനെ നമുക്ക് ക്ഷണിക്കും. ഈ പരിശുദ്ധ ദിവസം, ഈ സായന സമയം നമ്മുടെ നമ്മുടെ ദേവദാസൻ ടൈറ്റസ് പാസ്റ്റർ യാദൃശ്ചികമായി ഇന്ന് കാണുവാൻ, എൻ്റെ കുടുംബ വീട് ഇവിടെ ചേക്കോട്ടുകോണം ഭാഗത്താണ്. അവിടെ വരുന്ന സമയത്ത് കാണുവാനും വിളിക്കുവാനും അങ്ങനെ ചുരുക്കി പറയുക, ഇവിടെ വരുവാനും ഇവിടെ സ്തോത്രം. അപ്പം വേദസ്വത്തിൽ ഇപ്രകാരം പറയുന്നത്, ദൈവം ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലോട്ട് തോന്നിയിട്ടുമില്ല. നമ്മൾ കിട്ടുന്ന സമയം പാഴാക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുക, അതേ ഉള്ളൂ നമുക്ക് വേണം. ഈ ലോകത്ത് നമുക്കൊന്നും നേടുവാനും ഒന്നും കൊണ്ടുപോകാനും ഒന്നുമില്ല. സ്നേഹവും സന്തോഷവും ഐക്യതയോടും കൂടി ദൈവത്തിൽ വിളിച്ച് നമുക്കൊരു പ്രത്യാശയുടെ നാടുണ്ട്, അതിലേക്ക് നമ്മൾ പോവുക. അതാണ് ഏറ്റവും പ്രത്യേകം. അതിനു വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, നമ്മൾ അതിനു വേണ്ടിയാണ് എപ്പോഴും തുടരേണ്ടത്. ഇത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ പരസ്പരം ശക്തി ലഭിച്ചിട്ട്, ആത്മാവിൽ ശക്തി ലഭിച്ചിട്ട് ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സാക്ഷികളാകുക. അപ്പോൾ നമ്മളത് ദൈവം കർത്താവ് യേശുക്രിസ്തുവിന്റെ ഈ ലോക ജീവിതത്തിൽ നിന്നും പോകുന്ന സമയത്ത്, ആരോഹണ സമയത്ത് ഇപ്രകാരം പറഞ്ഞിട്ടാണ് പോകുന്നത്, നിങ്ങൾ എല്ലാ യഹൂദയിലും അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകുക. നമ്മളത് പാലിക്കണം. നമ്മളത് ആ വാചകം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ എവിടെ കിട്ടിയ സമയം പാഴാക്കാതെ തക്കത്തിൽ ഉപയോഗിച്ച് ദൈവത്തിന് വേണ്ടി നമ്മൾ ദൈവത്തെ മാറ്റപ്പെടുത്തുക. അതാണ് ദൈവത്തിന് ഏറ്റവും ആവശ്യം. എൻ്റെ ചെറിയൊരു സാക്ഷിയല്ല, വലിയ സാക്ഷിയാണ്. അതായത് ഇത് യാദൃശ്ചികമായിട്ട് കിട്ടിയ ഈ ഒരു സമയം, ഈ അവസരം ഞാൻ പാടായിട്ടായില്ല. എനിക്കും നമുക്ക് എല്ലാവർക്കും കിട്ടുന്നില്ല. സ്തോത്രം. ഹാലേലൂയ. ഈ ഇന്ന് ഓണത്തിന്റെ നല്ല സമയമാണ്, എല്ലാവരും കൊണ്ടാടുന്നതിന്റെ പുരാണ ദിവസമാണ്. സ്തോത്രം. ഹാലേലൂയ. ഈ കഴിഞ്ഞ വർഷം ഇതേ ഓണത്തിന് ഞാൻ മെഡിക്കൽ കോളേജിലാണ്. സ്തോത്രം. ഹാലേലൂയ. മെഡിക്കൽ കോളേജില് അതിനു മുമ്പേ പശ്ചാത്തലമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അതൊക്കെ റിട്ടയർഡായി ഇവിടെ വന്ന് സ്വൈര ജീവിതം സന്തോഷമായി ജീവിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹാർട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള വിമിഷ്ടവും അങ്ങനെ തകരാറായി. നേരെ ശ്വാസം വിടാൻ പറ്റാത്ത കണ്ടീഷനായി. 4-5 ദിവസം അതിനുവേണ്ടി ഇവിടെയൊക്കെ ഡോക്ടർമാരെ കണ്ടു. ഒന്നും രക്ഷയില്ലാതെ വന്ന് സ്തോത്രം. ഹാലേലൂയ. ഉടനെ നമുക്ക് ആശ്രയിപ്പാൻ യേശു. അത് കഴിഞ്ഞ് വൈദ്യന്മാര്, അപ്പം രോഗിക്ക് വൈദ്യം കൊണ്ട് ആവശ്യമാണ്. സ്തോത്രം. ഹാലേലൂയ. ഞങ്ങൾ നേരെ കൂടി മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ചെന്ന് അവർ പരിശ്രമം പെട്ടെന്ന് അഡ്മിറ്റായിട്ട് വാൽവിന് തകരാറാണ്. വാൽവ് ചുരുങ്ങിപ്പോയി. നല്ല രക്തവും അശുദ്ധ രക്തമൊക്കെ പോകുന്ന വാൽവ് എന്തെങ്കിലും നമ്മളിപ്പം ഈ പ്ലംബിങ്ങുകാർക്ക് അറിയാം, വാൽവ് തകരാറായി കഴിഞ്ഞാൽ പിന്നെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. അതുപോലെ തന്നെ സിസ്റ്റം, എല്ലാ സിസ്റ്റമാറ്റിക് ഓർഡർ അത് തന്നെ. അപ്പം വേറെ ആള് അതിന് ഓപ്പറേഷൻ വേണം, നിങ്ങൾ പെട്ടെന്ന് അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് സ്തോത്രം. ഹാലേലൂയ. എല്ലാം പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അവർ പറയുന്നത് നമ്മൾ ഒത്തിരി പേടിയായിരിക്കും. എന്തായാലും ഉള്ള ദൈവത്തെ എല്ലാ ദൈവദാസന്മാർക്ക് അവിടെ നമ്മൾ അറിയുന്ന എല്ലാവർക്കും അറിയിപ്പ് കൊടുത്ത് പ്രാർത്ഥിക്കുകയും അതിന് വേണ്ടുന്ന എല്ലാം പെട്ടെന്ന് ചുരുക്കി പറയുകയാണ്. സ്തോത്രം. ഹാലേലൂയ. പ്രാർത്ഥിക്കുകയും ദൈവം തക്ക സമയത്ത് അതിനുള്ള മറുപടി വിടുതൽ തരികയും ചെയ്തു. അറിയാം, പക്ഷെ നമ്മളെ ഇവിടുത്തെ അത്ര അറിയില്ല. എന്നാൽ ഞങ്ങൾ അയൽവാസികളാണ്, ബന്ധുക്കളാണ്, അച്ഛന് ഏറ്റവും അടുത്ത ബന്ധുവാണ്. അതുപോലെ എല്ലാവരും വിളിക്കുന്ന ടൈറ്റസ് ഭാഷ ഇവരെല്ലാവരും ബന്ധുക്കളാണ്. ജീവിതത്തിന്റെ ആ ഒരു വേദിയില് ഓരോ സമയത്ത് നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മൾ അങ്ങോട്ടും മാറി താമസിക്കുന്ന സമയം, ഞാനിപ്പം പുനലൂരിന്റെ പ്രദേശത്താണ് താമസിക്കുന്നത്. സ്തോത്രം. അവിടെ നിന്ന് ഇവിടെ വരുവാനും ഇന്ന് രാത്രികാലം കാണുവാനും ഇവിടെ നിങ്ങളോടൊപ്പം ആയിരിക്കാനും എന്റെ സാക്ഷി ഇവിടെ പറയുവാനും ദൈവനാമത്തിൽ അത് വലിയ ഒരു അത്ഭുതം തന്നെ. സ്തോത്രം. ഹാലേലൂയ.
അതുകൊണ്ട് ഒരു വാക്യം വായിക്കണം. സ്തോത്രം. കാലില് വചനത്തിൽ കൂടെ പറയണം. ഞാൻ ബൈബിൾ കോളേജ് പഠിക്കുകയും ചെയ്ത ഒരു കുട്ടിയാണ്. സ്തോത്ര. കാലില് ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അപ്പം ഒരു വാക്യം വായിക്കാൻ പറ്റുന്നു. 121 സങ്കീർത്തനത്തിന്റെ 7-8 പറഞ്ഞു. ഹല്ലേലൂയ. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ഇത് ഈ വാക്യം ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് നല്ലൊരു വാക്യം പഠിക്കുന്ന സമയത്ത് അത് വാക്യം ഇന്നും ആ വാക്യത്തെ ആസ്പദമാക്കി ജീവിതം നയിക്കുന്നു. ആ വാക്യം ഒരിക്കലും മറക്കാനും പറ്റത്തില്ല. സ്തോത്രം. എൻ്റെ ജീവിതശൈലിയിലെല്ലാം ഈ വാക്യമാണ് എനിക്ക് അതൊരു പ്രചോദനം തന്ന് എന്നെ ഒരു സ്റ്റഡിയായിട്ട് എന്നെ നിർത്തുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ വാക്യം ഈ ആശുപത്രി കിടക്കുന്ന സമയത്ത് എനിക്ക് നൽകി തന്നു. അതായത് എൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്ക് പരിപാലിക്കാവുന്ന വാക്ക് പറഞ്ഞായ കർത്താവ് അവിടെ എന്നെ പരിപാലിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് മരുന്നുകൾ തന്നു. ഈ അതായത് ഹാർട്ട് പൊങ്ങി വരുന്നതാണ് നമുക്ക് തോന്നുന്നത്. പെട്ടെന്ന് അങ്ങനെയുള്ള ഇടിയും എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആ വേളയിൽ അന്ന് രാത്രി അവർ മരുന്ന് തന്ന് അതിൽ ഭേദമായി. അതിനുശേഷം 2 ആഴ്ചക്കാലം അവിടെ കിടന്നു. അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ എല്ലാം മനസ്സിലായതിനു ശേഷം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ആശുപത്രിയിൽ കയറി ഇറങ്ങാതിരിക്കുന്നവൻ ഭാഗ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ വിളിച്ച് ദൈവത്തെ ധ്യാനിച്ച് കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്താണെന്ന് കാര്യം എന്താണെന്ന് വെച്ചാൽ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ അവസാനം 17-18 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നത്. ദൈവത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥന. ദൈവ ഇഷ്ടം പ്രാർത്ഥന. പ്രാർത്ഥനയിൽ നിങ്ങൾ ജാഗരിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ആവശ്യങ്ങൾക്ക് മറുപടി നൽകി തരുന്ന ദൈവം നമ്മുടെ ദൈവമാണ്. എനിക്ക് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2 ആഴ്ചയല്ല അതിനുമേൽ ഏതാണ്ട് 3-4 ആഴ്ചയോളം അവിടെ തങ്ങിയതിനു ശേഷം മരുന്നുകളൊക്കെ ഒരുപാട് കുറവായി. അവർ പറഞ്ഞ് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, വെച്ചുകൊണ്ടിരിക്കരുത്, കാരണം വാൽവ് മാറ്റി വെക്കണം. വാൽവ് മാറ്റി വെച്ചാൽ അവർ അതിൻ്റെ ഗ്യാരണ്ടിയൊക്കെ അവർ പറഞ്ഞത് അത് 8-10 വർഷം അതിന് ഗ്യാരണ്ടി ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം തമ്പുരാന്റെ കയ്യിലാണ്. സ്തോത്രം. ഇതെല്ലാം കൂടെ പറഞ്ഞു ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് ഭീതിയാവില്ല. സ്തോത്രം. അപ്പം ആശ്രയിപ്പാൻ ഒരു ദേഹ്യമില്ല, ആശ്രയിപ്പാൻ ഒരു ഇടവുമില്ല. ഒന്നേ മാത്രം നിന്ദിയ മൊഴികൾ. ആ പ്രാണൻ തന്നെ ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അവിടുന്ന് ഞാൻ അവർ തന്ന മരുന്നുകൾ ഇപ്പോഴും മരുന്നുകൾ കഴിക്കുന്നത്. അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂ കഴിക്കണം. പിന്നെ ഞാൻ അവിടെ ചെക്ക് ചെയ്യാൻ പോയിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. പെട്ടെന്ന് തന്നെ അവർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. അവർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എൻ്റെ ബാക്കിയുള്ള ചെക്കുകളെല്ലാം അവർ ചെയ്തപ്പോൾ എല്ലാം ഓക്കെയാണ്. ഷുഗർ, പ്രഷർ, യൂറിക് ആസിഡ്, പിന്നെ അതുകൊണ്ട് ഓരോ കാര്യങ്ങളും കൂടെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിക്കുന്നതാണ് ഇങ്ങനെയുള്ള വേദിയിൽ അസുഖക്കാർ ചിലർക്ക് ഓപ്പറേഷൻ ചെയ്യാതെ വിടുന്നത് എന്താണെന്ന് വെച്ചാൽ. സ്തോത്രം. ഹല്ലേലൂയ. ഒരാൾക്ക് ഷുഗർ ആണെങ്കിൽ ഒരാൾക്ക് പ്രഷർ, ഒരാൾക്ക് പ്രഷർ ആണെങ്കിൽ ഒരാൾക്ക് കൊളസ്ട്രോൾ. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പം അവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം നോർമലായി വരുന്ന വ്യക്തിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ എനിക്കെല്ലാം നോർമലാണ്, ഒരു കുഴപ്പമില്ല. ഞാൻ റെയിൽവേ ഇരിക്കുന്ന സമയത്തൊക്കെ വലിച്ചുവാരിയൊക്കെ വരുന്ന കഴിക്കും. അങ്ങനെ നമ്മുടെ ഡ്യൂട്ടിയിൽ അങ്ങനെ ആണല്ലോ, വേണമല്ലോ. എന്തായാലും ദൈവം സഹായിച്ച് എനിക്കൊരു മറ്റുള്ള അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാം എനിക്ക് സംതൃപ്തിയായിട്ടുള്ള രീതിയിലുള്ള അവരെ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷേ ഇനിയുള്ള കാര്യമാണ് അവർ പറഞ്ഞു ബ്ലഡ് ഏതാണെന്ന് ചോദിച്ചു. ചെക്ക് ചെയ്യാം. അവർ ചെക്ക് ചെയ്തു. ബ്ലഡോ AB നെഗറ്റീവ് എന്ന് പറഞ്ഞ സാധനം. സ്തോത്രം. അത് വളരെ അതായത് വളരെ ചുരുക്കം കേസാണ്. അതായത് എല്ലാവർക്കും ഒരു പഞ്ചായത്തിൽ അപേക്ഷിച്ച് നോക്കിയാൽ അത് കാണുന്നതാണ്. ഒരു ജില്ലയിൽ അപേക്ഷിച്ച് താലൂക്കിൽ അപേക്ഷിച്ച് നോക്കിയാൽ അത് 1-2. ഒരു ജില്ലയിലായാലും അതേപോലെ ഉണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ അതുപോലെ ഈ രക്തം നിങ്ങൾ കൊണ്ടുവന്നാലേ സംഗതി നടക്കും. ഇത് ഇവിടെ ബ്ലഡ് ബാങ്കിൽ ചോദിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ തന്നെ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. 6-7 കുപ്പി ബ്ലഡ് വേണം. അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോഴേ തുടങ്ങിയോ. നിങ്ങൾക്ക് ഏത് സമയത്തും ഓപ്പറേഷൻ ചെയ്യാനുള്ള ഡേറ്റ് അത് ആയിക്കണമെന്ന് നിങ്ങൾക്ക് എന്ന് വന്നാലും ഞങ്ങൾ ഓക്കെയാണ്. കാരണം നിങ്ങൾക്ക് മറ്റ് യാതൊരു വിധമാകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഏത് സമയത്ത് വന്നാലും എല്ലാം സക്സസ് ആണ്. അപ്പോൾ ഞാൻ ശരി ഓക്കെ. അവിടുന്ന് ഞങ്ങൾ പിരിഞ്ഞു. ഡോക്ടർ വലിയ സ്നേഹിതനായി. കാരണം എന്ന് വെച്ചാൽ പുള്ളി പാലക്കാട് ആയിരിക്കുന്ന സമയത്ത് അവിടെ എൻ്റെ ഒരു സുഹൃത്ത് ഇദ്ദേഹമായിട്ടുള്ള ബന്ധത്തിൽ ചോദിച്ചു പറഞ്ഞപ്പോൾ അടുത്ത സുഹൃത്തുക്കളായി. അവരോട് നിങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും ഇത് ശരിയാക്കി നിങ്ങൾ കൊണ്ടുപോകാം, നമുക്ക് എല്ലാം അതിൻ്റെതായ രീതി ചെയ്യാം. 2-3 ലക്ഷം രൂപയും മേടിക്കുന്നു.
3 ലക്ഷം 2.5 ലക്ഷം രൂപ വേണ്ടി വരുന്നു. ഓക്കെ, അതെങ്ങനെയെങ്കിലും നമുക്ക് നോക്കാം. പക്ഷെ ബ്ലഡ് കിട്ടണ്ടേ, എബിനേറ്റ് ബ്ലഡ് കിട്ടണ്ടേ? അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങി. ഞങ്ങൾ മെസ്സേജുകൾ പോലീസിലായാലും ശരി, അതുകൊണ്ട് തന്നെ മറ്റുള്ള നമ്മുടെ നാട്ടിലെ പ്രമാണികൾ അവരെയൊക്കെ അറിയിപ്പിച്ചു. അവരെല്ലാം ഓരോ ഇതിൽ അവർ മെസ്സേജ് കൊടുത്തു. അവരെല്ലാം എവിടെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തു. 1-2 പേർക്ക് ഉണ്ട് അവർ ഇത്. അത് മാത്രമാണ് സ്തോത്രം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്ര 3-6 മാസത്തേന് പിന്നെ ആ വ്യക്തിയിൽ നിന്നും എടുക്കാനും പറ്റില്ല. അപ്പം ഇതെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന് പ്രയാസമാണ്. ഞാനങ്ങനെ അന്വേഷിച്ച് 1-2 പേര് പറഞ്ഞു ഓക്കെ ആകാം എന്ന് വരണം എന്ന് ചോദിച്ചു. ഈ 6 കുപ്പി ഒന്നിച്ച വേണ്ടേ? സ്തോത്രം. ഒന്നിച്ച് കിട്ടിയില്ലല്ല, അവർക്ക് ഇത് വല്ല ചെയ്യാൻ പറ്റും. സ്തോത്രം. ഹല്ലേലൂയ. ഒടുക്കം നമ്മുടെ ശ്രീ ചിത്ര മെഡിക്കൽ സെൻ്റർ ഉണ്ടല്ലോ, അതിൽ കേരളത്തിലൊരു പ്രഗത്ഭ സെൻ്ററാണ്. മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ അടുത്തുള്ള അതിനൊക്കെ ഫേമസ് ആണ്. നേരെ അവിടെ ചെന്നു. അവിടെ ഒരു 2 കുപ്പി എങ്ങനെയെങ്കിലും നമ്മൾ നോക്കാം. അതും പ്രയാസമാണ്, പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ 2 മറ്റേ വേറൊരാൾ പറഞ്ഞാൽ 1 കുപ്പി 3, പിന്നെ 3 കുപ്പിയോടെ പോയി. ആകെ ഞങ്ങളൊരു അല്ലാതെ ഈ ചെക്കിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്നുമല്ല വിഷയം, ഇതിലാണ് വിഷയമായിട്ട്. ലാസ്റ്റില് ഇത് ഒരു പരിപാടിയിൽ നടക്കുന്ന ലക്ഷണമല്ല. ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചേ പറ്റും, അല്ലാതെ ഒരു നിവൃത്തിയില്ല. കാരണം സംഗതി അങ്ങനെയുള്ളത്. അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് പ്രാർത്ഥന എല്ലാവരും പറഞ്ഞു. ഞാൻ ശാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ ഒരു അംഗമാണ്, അതിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്കിത് ഫെലോഷിപ്പ് അല്ലെങ്കിൽ മറ്റേതൊന്നുമല്ല, നമുക്ക് ഐക്യ പ്രാർത്ഥനയാണ് ആവശ്യം. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക, ദൈവം വിടുന്നിക്കും. അതാണ് ഏറ്റവും ഒന്നാമത്തെ നമുക്ക് വിഷയം. അതാണ് നമുക്ക് വിജയം തരുന്നത്. എല്ലാവരോടും പറഞ്ഞു, എല്ലാവരും പ്രാർത്ഥിച്ച് ഓരോ സഭകളിലും, എൻ്റെ സഹോദരി പോകുന്ന സഭയിൽ, അതുകൊണ്ട് പല സഭയിലും പറഞ്ഞു. പിന്നെ പുനലൂരിൻ്റെ ആ ഭാഗത്തുള്ള എല്ലായിടത്തും അറിയിപ്പ് കൊടുത്തു. നമ്മുടെ എല്ലായിടത്തും നമ്മൾ അറിയിപ്പ് കൊടുത്തു. അവരെല്ലാവരും കൂടെ ഒത്തൊരുമിച്ചുള്ള പ്രാർത്ഥനയിൽ ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. ഇന്നും ഞാൻ ഓപ്പറേഷൻ ഇല്ലാതെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയായി നിൽപ്പാൻ മലയവനായ ഒരു ഭാഗ്യം. അതാണ് ഞാൻ കണ്ടില്ല. സ്തോത്രം. ഞാൻ കാണാൻ പറ്റില്ല. ഭാഷ അവിടെ കൊണ്ടുവന്നിട്ട് ബൈക്ക് നിർത്തിയിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചു. എന്നിട്ട് എനിക്ക് ആളെ പിടികിട്ടില്ല. കാരണം മൂപ്പര് ദേവദാസൻ അവിടെ അതുവഴി വരുമെന്ന് എനിക്കൊരു പിടിയില്ലല്ലോ. സ്തോത്രം. അങ്ങനെ വരുമെന്ന്, ആ റൂട്ട് വരുമെന്നുള്ളത് എനിക്കൊരു പിടിയില്ലല്ലോ. ഞാനെന്ത് ചെയ്ത് അങ്ങനെയുള്ള ഭാഷയൊന്നും മൂപ്പര് പറഞ്ഞു പോയത്. ഞാൻ പാലക്കാട് നിന്നുള്ള അവിടെ നിന്നുള്ള ഭാഷയാണ്. അങ്ങനെ ആയിപ്പോയപ്പോ കുറെ വർഷം അവിടെ ഇല്ലായിരുന്നു. സ്തോത്രം. ആരെയില്ല. അപ്പം ഭാഷ ആരുകളെ വരുന്ന എന്നെ വിളിച്ചു. എങ്ങനെ റേച്ചേഴ്സിനെ കണ്ടതാ രാത്രി. ഒന്നാമത് ഞാൻ കണ്ടു, അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ കണ്ടതാ ഞാൻ. അപ്പൊ അതെല്ലാം ഇവിടെ വരേണ്ട ഒരു കാര്യം എൻ്റെ ഒരു സാക്ഷിയുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ദൈവം എല്ലാവരും മുന്നമേ എല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ദൈവമാണ്. ആ ദൈവം ഇന്ന് ഈ സന്ധ്യ സമയത്ത് ഒരു സാക്ഷിയായി എനിക്ക് ഞാനൊരു വലിയ അങ്ങനെ ദേവദാസന്റെ കൂടെ അതാ ഭേദത്തൊന്നും എടുത്തതുമില്ല. അതിനടുത്ത എൻ്റെ വീട്, എൻ്റെ കുടുംബ വീട്. അപ്പൊ നേരെ അവിടെ നിന്ന് ഇവിടെ വന്നു. നിങ്ങളെ മുമ്പിൽ ഒരു സാക്ഷിയായി നിൽക്കാൻ വലിയവനായ ദൈവം ഞാൻ ശ്രദ്ധിക്കണം. നമ്മള് അപ്പോസ്തല പ്രവൃത്തി പറയുന്നത് നമ്മൾ എവിടെയെല്ലാം പോയി നമുക്ക് പരസ്പരം ഏതെല്ലാം കൂട്ടായ്മയിൽ നമുക്ക് പങ്കുണ്ട്. അതായത് സത്യദൈവത്തെ സത്യത്തിലും അതിൻ്റെതായ ആ വേദോസം പറഞ്ഞിരിക്കുന്ന പ്രമാണം അനുസരിച്ച് കൊടുക്കുന്ന രീതിയിൽ എങ്ങനെ കൊടുത്തിട്ടുണ്ടോ അതേപടി അംഗീകരിച്ച് ഏതെല്ലാം ആൾക്കാർ പോകുന്നുണ്ടോ അതേ രീതിയിൽ നമ്മൾ അംഗീകരിച്ച് പോകുന്ന ഒരു വ്യക്തിക്ക് വിടുതലുണ്ട്. അതാണ് വിടുതൽ. അപ്പം യഹൂദിയിലും വേറെ ഭൂലോകത്തിന്റെ എല്ലാ ഭാഗത്തും നിങ്ങൾ സാക്ഷികളാകുക. സാക്ഷികളായി കഴിഞ്ഞാൽ നമുക്കൊരു വിടുതലാണ്, അവർക്കും വിടുതലാണ്. അതാണ് ഏറ്റവും മൾട്ടി പർപ്പസ്. അപ്പം നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് കിട്ടിയ അനുഭവങ്ങളും അതുകൊണ്ട് പരസ്പരം പങ്കുവെക്കുക. പരസ്പരം സ്നേഹത്തോടും ഐക്യത്തോടും സന്തോഷത്തോടും നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുക. ദൈവദാസന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ പരസ്പരമുള്ള പ്രാർത്ഥനയും 1 തെസ്സലോനിക്കർ 5:16 വരെയായിട്ട് പറയുന്നത്. ഹല്ലേലൂയ. മരുഭൂമിയിൽ ഞാൻ അഭയാർത്ഥി, കരങ്ങളിൽ ജലമില്ല കുടിപ്പാനായി. മരുഭൂമിയിൽ ഞാൻ അഭയാർത്ഥി, കരങ്ങളിൽ ജലമില്ല കുടിപ്പാനായി. അടുത്തെങ്ങും തണലില്ല വസിപ്പാനായി. അവിടെയും മുഖം മറയ്ക്കരുതേ.
അടുത്തെങ്ങും തണലില്ല വസിപ്പാനായി, അവിടെയും നിൻമുഖം മറയ്ക്കരുതേ, മാറരുതേ, മുഖം മറയ്ക്കരുതേ, തള്ളരുതെന്നെ തള്ളരുതേ, മാറരുതേ, മുഖം മറയ്ക്കരുതേ, തള്ളരുതെന്നെ തള്ളരുതേ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാൻ നോക്കുവേൻ. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പേൻ. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. അപ്പോൾ എല്ലാവർക്കും എപ്പോഴും നമുക്ക് പറയാനുള്ളത്, തമ്മിൽ നമുക്ക് പരസ്പരം കൈകോർത്ത് പ്രാർത്ഥനയിൽ ഉയരുന്നുണ്ട്. പ്രാർത്ഥനയിൽ നമ്മൾ ആവശ്യപ്പെടുന്ന എന്ത് കാര്യം ദൈവം സാധിച്ചാൽ തയ്യാറാണ്. നമുക്കിന്ന് പൈസ കൊടുത്തോ മറ്റൊരു രീതിയിലോ ഒന്നിനും പോകേണ്ട ആവശ്യമില്ല. പ്രാർത്ഥനയിൽ ഉയരുന്നുകൊണ്ട്, പ്രാർത്ഥനയിൽ ധ്യാനിച്ചുകൊണ്ട്, ദൈവത്തെ വിളിച്ച് നമുക്ക് ധ്യാനിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ദൈവത്തിന് ഇഷ്ടപ്പെട്ട സംഗതിയാണ്, ദൈവത്തിന് ഇഷ്ടപ്പെട്ട വിഷയങ്ങളാണ്. ആ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആ പ്രാർത്ഥന നമുക്ക് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദൈവമായിട്ട് മറുപടി നമുക്ക് തരും. അത് സ്പഷ്ടമായിട്ട് വേദവസം ദശരഥന്റെ സഭാ വിശ്വാസികൾക്ക് വേണ്ടി എഴുതിയിരിക്കും. പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന ആ കാര്യങ്ങൾ എത്രയോ നല്ല രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പരസ്പരം നിങ്ങൾ എനിക്ക് വേണ്ടി എവിടെ ഇരിക്കും, നമ്മൾ ദൈവദാസൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ നാടിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി, അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വെളിയിൽ എവിടെയോ അവർ എല്ലാ പല ഭാഗത്തും ഉണ്ട്, അവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചാൽ മതി. അത് നേരെ ഭൂമി അതിന്റെ അച്ഛനതുപോലെ എത്തിയിരിക്കും. അതൊരു ഒരു യൂണിവേഴ്സ് പ്രപഞ്ച സത്യമാണ്. പ്രപഞ്ചത്തിന്റെ ഒരു സത്യം എങ്ങനെയാണോ അതുപോലാണ് പ്രാർത്ഥനയുടെ ആ ഒരു മഹത്വം. ആ പ്രാർത്ഥന നമ്മൾ എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും അതിന്റെ ശക്തി നമുക്ക് അനുഭവപ്പെടും. പ്രാർത്ഥന അല്ലാതെ നമുക്ക് വേറെ വിടുതലില്ല. ഈ ലോകത്തിന്റെ സംഭവങ്ങളെ കൊണ്ട് നടന്നിരിക്കുന്ന, വിളിച്ചറിയിപ്പിക്കുന്ന ഈ ഒരു പ്രദേശത്ത് ഇവിടുന്നല്ല, ലോകത്തിന്റെ ഏത് ഭാഗത്തും ദൈവത്തിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും ഇന്ന് നമുക്ക് നോക്കാനുള്ളത്, നമുക്ക് എടുത്ത് നമുക്ക് പറയാനുള്ളത് ദൈവത്തിന്റെ ആ വചനവും ദൈവത്തിന്റെ ആ ദൈവത്തെ പറ്റി നമുക്ക് എന്ത് പറയാമോ അത് നമുക്കൊരു വലിയ വിടുതലാണ്. നമുക്ക് വേറെ ഒന്നിനും ഒരു വിടുതലില്ല. ഈ സത്യദൈവത്തെ നമ്മൾ ഒരു വ്യക്തി പോലും നോക്കാതെ തിരിഞ്ഞു നോക്കാതെ പോയി കഴിഞ്ഞാൽ അതിന് ഭയങ്കര ശിക്ഷയാണ്. അതൊരു വലിയ നമുക്കൊരു വലിയ സത്യം നമുക്ക് തന്നിരിക്കാൻ വേണം വേദപുസ്തകം. ഇത് ഈ വെളിച്ചത്തിൽ നമ്മൾ എപ്പോഴും വെളിച്ചത്തിലുള്ളവരായി ഉൽപ്പത്തി പുസ്തകത്തിലും അതുപോലെ ലേഖനങ്ങളിലെല്ലാം വെളിച്ചമാണ്. ഈ വെളിച്ചത്തിൽ നമ്മൾ നിന്നുകൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ദൈവം നമുക്ക് ആ ഒരു എത്തേണ്ട ആ സ്റ്റോപ്പിൽ നമ്മളെ എത്തിച്ചിരിക്കും. അതാണ് ദൈവത്തിന്റെ വഴി. നമ്മളെ വഴി ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല, നമ്മളെ എത്തേണ്ടുന്നിടത്ത് എത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് എനിക്ക് ഇത്രയും ഒരു വേദി ഒരുക്കുന്ന പ്രിയ ദേവദാസൻ ഞങ്ങള് ഈ ഒരു ഫാമിലി ബന്ധമൊക്കെ ആയതിനു ശേഷമാണ് ദേവദാസൻ ഇവിടെ വരാനും ടൈറ്റസ് മാസ്റ്റർ അമേശ്വരത്തും അച്ചാൻ ഇവിടെ കടലാവള ദേവദാസനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ സ്ഥലമൊന്നും നമുക്ക് അത്ര അറിയുന്നില്ല. അപ്പൊ ഇത്രയും പേര് ഒന്നിച്ച് ആ ദൈവത്തിന്റെ ഒരു ദൈവത്തിന്റെ ഉദ്ദേശമാണ് ഇത്രയും പേര് കൂടിയിരുന്ന് ആരാധിക്കുന്നത്. നമുക്ക് എനിക്കും ഇങ്ങനെ പറയണമെന്ന് ദൈവ ഒരു ഉദ്ദേശമാണ്. ആ ഉദ്ദേശം ദൈവത്തിന് ഇഷ്ടപ്പെട്ട, അതായത് പ്രാർത്ഥനകൾ ആ ദൈവത്തിന് ഇഷ്ടം കൊടുക്കുന്നത് പോലെ നമ്മളും ദൈവത്തിന് വേണ്ടി മഹത്വം ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് ഏതെല്ലാം ഉണ്ടോ ആ പ്രാർത്ഥന നമ്മൾ അങ്ങോട്ട് അവതരിപ്പിക്കണം. നമുക്ക് അതിന് വേണ്ടുന്ന വിടുതൽ ദൈവം തന്നുകൊണ്ടിരിക്കും. ആ ദൈവത്തിൽ ആശ്രയിപ്പാൻ ഈ സന്ധ്യാസമയത്ത് എനിക്ക് എന്റെ ഭാഗ്യം തന്നതിനാൽ ഞാൻ ദൈവത്തെ ശ്രമിക്കുന്നു, ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ യാദൃശ്ചികമായിട്ട് ഒരു വലിയ വിടുതലിന്റെ ദിവസമാണ്. ഇന്നൊരു വലിയ വിടുതലിന്റെ ദിവസമാണ്. ആ വിടുതലിന് വേണ്ടി എല്ലാവർക്കും ഐക്യതയോടുകൂടി പ്രാർത്ഥിക്കാൻ എന്നെയും ഉണ്ട്. എനിക്ക് 2 മക്കളാണ്. അവരെല്ലാം കൊല്ലൂരാണ് താമസിക്കുന്നത്. പഠിത്തം കഴിഞ്ഞിട്ടൊക്കെ നിൽക്കുന്നു, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അവരെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് സുപ്രസാദ ദിനം പ്രിയരേ, ഇത് തന്നെ കരുണാസമയം, ഇത് സുപ്രസാദ ദിനം പ്രിയരേ, ഇത് തന്നെ കരുണാസമയം, കാൽവരിയിൽ പൂർത്തിയാക്കിയതാ രക്ഷയ്ക്കായി വന്നിടുക, കാൽവരിയിൽ പൂർത്തിയാക്കിയതാ രക്ഷയ്ക്കായി വന്നിടുക,
അധ്വാനിക്കും സ്നേഹിതരെ, ഭാരം ചുമപ്പവരേ. ഇത്രത്തോളം സമയം തന്ന ദേവദാസന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ സാക്ഷി നന്ദിയോട് എന്നെ കൊടുക്കുന്നത് കുടുംബത്തെ കൊടുത്തും പ്രാർത്ഥിക്കുന്നു. ഞാൻ സാക്ഷി Praise the Lord. Hallelujah. സന്തോഷമുള്ള ഒരു കാര്യങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചു. Hallelujah. നന്ദിയോട് സ്തോത്രം. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ അച്ചായൻ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഓർത്തു. ആമീൻ. ഹല്ലേലൂയ. ബിംബങ്ങളെ ഉണ്ടാക്കി, ആമീൻ, അതിനെ ആരാധിച്ചു, അതിനെ വിറ്റു, ആമീൻ, ഒരു കുടുംബം ജീവിച്ചു ആദിമ കാലഘട്ടത്തിൽ. ആ കുടുംബം എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ കുടുംബം. തമ്പുരാൻ അബ്രഹാമിനെ കണ്ടിട്ട് പറഞ്ഞു, നിന്റെ ദേശവും നിന്റെ പിതൃഭവനവും നിന്റെ അപ്പനെയും അമ്മയൊക്കെ വിട്ടിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോക എന്ന് ആദ്യ തമ്പുരാൻ അബ്രഹാമിനോട് പറയുമ്പോൾ, ആമീൻ, ഒന്നും തിരിച്ചു പറയാതെ, ഒന്നും അതിന് പുറകുവെക്കാതെ തമ്പുരാൻ പറഞ്ഞ വാക്കനുസരിച്ച് മുമ്പോട്ട് നടക്കുവാനിടയായിത്തീർന്നു. പിന്നത്തേതിൽ അബ്രഹാമിന്റെ സ്ഥിതിയെ സ്വർഗം മാറ്റി. ആമീൻ. അവന്റെ തലമുറകളെ സ്വർഗം മാനിച്ചു. ഒരു വലിയ ജാതിയാക്കി സ്വർഗം മാറ്റുവാനിടയായിത്തീർന്നു. ഞാൻ പറഞ്ഞത്, ആമീൻ, ഹല്ലേലൂയ. ഈ സാക്ഷ്യം പറഞ്ഞ ചായൻ, ആമീൻ, മിഥ്യാമൂർത്തി, ആമീൻ, ചലിക്കാത്ത, കണ്ണു തുറക്കാത്ത, സംസാരിക്കാത്ത, ഊമ വിഗ്രഹങ്ങളെ ആരാധിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് സ്വർഗം വിളിച്ചു വേർതിരിച്ചു നാമത്തിൽ. ഇന്ന് പകൽ രാത്രി കാലം ഇങ്ങനെ, ആമീൻ, ഹല്ലേലൂയ, ചെറിയ കൂട്ടങ്ങളിലും വലിയ കൂട്ടങ്ങളിലും ഒക്കെ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുന്നു. കർത്താവ് കൊടുത്ത കൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. തന്നെ തന്റെ കുടുംബത്തെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമീൻ. തന്റെ തലമുറകളെ സ്വർഗം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയങ്ങൾ അല്പസമയം, ആമീൻ, ഹല്ലേലൂയ, ഓട്ടങ്ങളിൽ നിന്ന് കടന്നു വന്ന, ആമീൻ, ദൈവദാസൻ ചുരുക്ക സമയങ്ങൾ ഹല്ലേലൂയ തുടർന്ന് ദൈവവചനം സംസാരിക്കണം. സന്തോഷമുള്ളവർ വിശുദ്ധ സ്തുതിക്കാം. ദൈവനാമത്തിൽ മഹത്വം. അനുഗ്രഹീതമായ നല്ലൊരു സന്ധ്യ കഴിഞ്ഞ രാത്രിയുടെ പ്രാരംഭ മണിക്കൂറുകളായിരിക്കും കർത്താവ് നമ്മൾ സഹായിച്ചല്ലോ. കർത്താവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ശരിയായ കൂടി വരവിൻ്റെ വരവ്, ആമേ സ്തോത്രം, നാളുകളായി നടന്നു വരുന്നു. ആമേ സ്തോത്രം. അതിൻ്റെ ഭാഗമായി ഇന്ന് രാത്രിയിലും നമുക്ക് ഒരുമിച്ച് കൂടുവാൻ സർവശക്തനായ ദൈവം നമുക്കൊരുക്കിയ അവസരം, ആമേ, ദൈവത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ പറയും, ഒരു വലിയ ഭാഗ്യമാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അധികമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ യോഗം ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ വിഷയത്തിൽ പാസ്റ്റർ ജോസഫ്, അതുപോലെ തന്നെ ആമേ സ്തോത്രം, വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിഷയത്തിൽ പാസ്റ്റർ ടൈറ്റ്സ് പാസ്റ്റർ, അതുപോലെ തന്നെ പ്രിയ പിതാവ്, അപ്പോൾ തന്നെ സ്തോത്രം ലഭിച്ച മറ്റ് പ്രിയ മാതാക്കൾ, ആമേ സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, ആമേ എനിക്ക് മുൻപായി ആമേ സ്തോത്രം സാക്ഷ്യത്തിൽ കൂടെ തൻ്റെ അനുഭവം പങ്കുവയ്ക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. പ്രിയ ദൈവദാസനും ഈ ധനത്തിൽ എൻ്റെ സ്നേഹവന്ദനം സ്തോത്രം ഇന്ന് രാത്രി അറിയിക്കും. സ്തോത്രം നമ്മൾ 9 മണിക്കാണ് യോഗം നിർത്തുന്നത് സാധാരണഗതി. ആമേ സ്തോത്രം. അതേ സമയത്ത് തന്നെ നമ്മൾ നിർത്തും. ആമേ സ്തോത്രം. നമ്മളെല്ലാം സന്തോഷിതമായി കാര്യങ്ങൾ ചെയ്യുന്നു. സ്തോത്രം. പാടിയാലും പ്രാർത്ഥിച്ചാലും ആരാധിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളെ ഭരിക്കുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളെ ഭരിക്കുന്നത് കൊണ്ട് അതിനെല്ലാം ഉചിതമാണ്. അതുകൊണ്ട് സ്തോത്രം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇനിയൊരു ഒത്തിരി സമയം നമുക്ക് എടുക്കാനില്ല, എങ്കിലും ലഭിച്ച സമയം വളരെ സന്തോഷകരമായി സ്തോത്രം നമുക്കത് ഏറ്റെടുത്തുകൊണ്ട് ദൈവപാത ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഒത്തിരി സമയമൊന്നും വേണ്ട. സെക്കൻഡുകൾ മതി, സെക്കൻഡുകൾ. അതെങ്ങനെയാണ് നമ്മൾ ദൈവസന്നിധി ഇരിക്കുന്നത്, ആ നിലയിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. അനേക തെളിവുകൾ നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ കാണാൻ പറ്റും. ആമേ സ്തോത്രം. അതൊന്നും പറഞ്ഞ് മുൻപോട്ട് പോകാൻ സമയമില്ലല്ലോ. വേഗത്തിൽ നമുക്കൊരു വാക്യം എടുക്കാം. സുവിശേഷം പുസ്തകമായിരിക്കുന്ന ആമേ സ്തോത്രം, യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 7, 8, 9 വാക്യം ഒന്ന് വായിക്കാം. എന്താ
നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുകയും അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. പ്രാർത്ഥിക്കാൻ ഞങ്ങളെ അതിവാത്സല്യമായി ശ്രമിക്കുന്ന നല്ല കർത്താവേ, തിരുനാമത്തിനായി സ്തോത്രം. തിരുവചനം അങ്ങയുടേതാണല്ലോ. ഇത് ചിന്തിപ്പാൻ, ആത്മാവിൽ വിവേചിപ്പാൻ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. ആമേൻ. ഇന്ന് രാത്രി കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വലിയ ചെയ്യുന്ന സ്തോത്രം. ഈ വാക്യത്തിന്റെ കർത്താവെ സാരാംശം പറയുമ്പോൾ ആമേ കർത്താവ് ചിലരുടെ ഹൃദയത്തിൽ ആമേ സ്തോത്രം അത് പതിഞ്ഞിട്ട് ആമേ 30, 60, 100 മീനിയായി വിളഞ്ഞു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത് പോലെ ഒരു അനുഗ്രഹമായി തീരും. കർത്താവ് സഹായിക്കും. അതിനെ പ്രാർത്ഥിക്കുന്നു. വചനം ചിന്തിപ്പാൻ വേണ്ടി സഹായിക്കും. ദൈവകൃപ കൂടെയിരിക്കും. യേശു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേട്ട് ഉത്തരമാർഗമാകണമേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പ്രാരംഭമായി പറഞ്ഞ സവിസ്താരമായ നിലവാരത്തിൽ ആമേ നമുക്ക് ചിന്തിപ്പാൻ ആമേ സ്തോത്രം കഴിയില്ല. എങ്കിലും പരിമിതമായ സമയത്തിനുള്ളിൽ ദൈവാത്മാവ് തരുന്ന ചിന്ത ഏറ്റവും അനുഗ്രഹമാണെന്ന്, സന്തോഷമാണെന്ന് നല്ല മനസ്സാക്ഷിയോടുകൂടി ഇരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. ഇവിടെ വായിച്ച വാക്യം എല്ലാവർക്കും നല്ല പരിചയമുള്ള ഒരു വാക്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേ നന്നായി നമുക്ക് ആമേ അത് വായിച്ചിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. ഒരു പക്ഷേങ്കിൽ ആമേ സ്തോത്രം ഇതിനെ കുറിച്ചൊക്കെ ഒത്തിരി വിശദമായി നമുക്ക് നിങ്ങൾ കേട്ട് കാണുമായിരിക്കാം. സ്തോത്രം. എങ്കിലും ഇന്ന് രാത്രിയിൽ അത് പറയുവാൻ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്ന ചിന്തയാണ്. എന്തോ അതിനകത്ത് ചെറിയ സന്ദേശം അല്ലെങ്കിൽ ചിലർക്ക് ആമേ ഗുണകരമാകുന്ന നിലവാരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. ആ വാക്യം ഒന്നുകൂടെ വായിച്ച് സഹായിക്കണമേ. സ്തോത്രം. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ശ്രദ്ധിക്കണമേ. ആമേ നമ്മളെല്ലാവരും ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ ആമേ സ്തോത്രം ആശ്രയം വയ്ക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഭൗതിക കാര്യങ്ങളിൽ വളരെ ആമേ സ്തോത്രം ശ്രദ്ധിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. എല്ലാവരും മത്സര ജീവികളാണ്. അവരെക്കാൾ വലിയ വീട് വെക്കണം, അവർ വാങ്ങിച്ച വണ്ടിയേക്കാൾ നല്ല വണ്ടി വാങ്ങിക്കണം, അവരെ മോനെ പഠിപ്പിച്ചതിനേക്കാൾ അധികം നന്നായി പഠിപ്പിക്കണം. ആമേ സ്തോത്രം. ഈ കാലഘട്ടത്തിന്റെ സാഹചര്യം അനുസരിച്ച് അങ്ങനെ ഒരു ആഗ്രഹം ആമേ സ്തോത്രം എന്തോ ആമേ കൂടിക്കൊണ്ടിരിക്കുക. അതൊരു അർത്ഥത്തിൽ നല്ലതാണ്. ആമേ സ്തോത്രം. അത് ആവശ്യം കൂടിയാണ്. സ്തോത്രം. ഒരു വാശിയോടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, ഒരു വാശിയോടെ ഭവനത്തിലെ ക്രമീകരണങ്ങൾ നന്നാക്കി എടുക്കുക, അതൊക്കെ ലോകത്തിന് മുൻപാകെ കൊള്ളാം, നല്ലതായിരിക്കുന്നു. ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ ആമേ സ്തോത്രം സാധിക്കും. ഇങ്ങനെയുള്ള ആമേ സ്തോത്രം ഇത്യാദി കാര്യത്തെ കുറിച്ച് ആമേ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവിന് ശക്തമായി വ്യക്തമായി അറിയാവുന്ന ഒരു വിഷയം കൂടിയാണ്. സ്തോത്രം. അതിനെയൊക്കെ ആമേ നിവാരണം വരുത്തുവാൻ പരിശുദ്ധാത്മാവ് ആമേ സ്തോത്രം എന്ന് പറഞ്ഞാൽ ആമേ അത് അതിൻ്റെതായ നിലയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്നത് ആമേ സ്തോത്രം ദൈവത്തിന് അറിയാമായിരുന്നു എന്ന് പറയുന്നത് സത്യം. എന്ന് പറഞ്ഞാൽ മനുഷ്യനകത്ത് അടിച്ചാലും ആമേ മനുഷ്യനകത്ത് വല്ലാതെ ആമേ ആഗ്രഹിച്ചിട്ട് ആമേ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം, ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് ആമേ സ്തോത്രം മനുഷ്യനോടുള്ള ബന്ധത്തിൽ ആമേ ആഗ്രഹിക്കുന്ന ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന അളവിൽ നിന്ന് വ്യത്യസ്തതയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിന് സകലത്തെ സൃഷ്ടിച്ച ദൈവത്തിന് അറിയാം എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ്. എന്നാൽ അങ്ങനെ ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളിൽ മനുഷ്യൻ ചെന്നപ്പെട്ടിട്ട് മനുഷ്യനെ ആക്കുന്ന ഒരു ആത്മാവ് എന്ന് പറയുന്ന ഘടകത്തെ ദൈവത്തിന്റെ ആത്മാവാണ് തന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയണമെന്ന് ദൈവത്തിന് ഇഷ്ടമാണ്, ദൈവത്തിന് താല്പര്യമാണ്. പക്ഷെ പലപ്പോഴും മനുഷ്യൻ അത് മനസ്സിലാക്കുന്നില്ല. കാരണം പലപ്പോഴും നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നത് കൊണ്ട്
ജനം ആമേ സ്തോത്രം ആമേ 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 സ്തോത്രം പലപ്പോഴും ഈ ലോകത്തിന്റെ മോഹത്തിൽ വിധേയപ്പെട്ടിട്ട് പലപ്പോഴും ജഡത്തിനായിട്ടാണ് പിന്നെ നമ്മൾ ജീവിക്കുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയണം ആമേ സ്തോത്രം ജഡത്തിൽ വഹിക്കുന്ന മനുഷ്യനെ മനുഷ്യനാക്കുന്ന ആമേ മനനം ചെയ്യാൻ കഴിവുള്ള ആമേ ഒക്കെ തിരിച്ചറിവുള്ള ആമേ സ്തോത്രം ആമേ പ്രാപ്തിയുള്ള ആത്മാവിനെ ആമേ ദൈവം തന്നിട്ടുണ്ട്. ആ ആത്മാവിന് ആമേ നിത്യതയിൽ കൊണ്ട് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം ആമേ എന്നിലാണെന്ന് ആമ ഉണ്ടെന്നുള്ള ബോധ്യം നാം തിരിച്ചറിയണം. ഇല്ലെങ്കിൽ കൂപ്പുകുത്തി പോകും. കാറ് വേണ്ടോ? ഞാനും വാങ്ങിക്കാൻ ആമേ സ്തോത്രം വണ്ടിയൊക്കെ വാങ്ങിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. പുതിയ വണ്ടി മനുഷ്യന്റെ ആഗ്രഹം നല്ലതാണ്. അവൻ ഞാൻ വീട്ടുകാരെന്നും മടുക്കുള്ളൂ. ഇന്ന് കയ്യിലിരിക്കുന്ന വണ്ടി കൊടുത്ത് 50,000 രൂപ തരാമെന്ന് എന്നോട് ഷോറൂമാർ വിളിച്ചു പറഞ്ഞു. 50,000 രൂപ കിട്ടിയ അത് ലോട്ടറി കിട്ടും അടിക്കും പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യം ചെറിയ വണ്ടിയാണ്. 10, 30 രൂപ 40 രൂപ കട്ടിച്ച് കിട്ടുന്നത് 50 രൂപ ഓക്കെ. ആമേ സ്തോത്രം 50,000 രൂപ ഓഫറും ഉണ്ട്. സ്തോത്രം. അങ്ങനെയാണ് 1 ലക്ഷം രൂപ ലാഭം. അപ്പോൾ 5 ലക്ഷം രൂപയുടെ ആമേ സാധാരണ ഇതിലൊരു വണ്ടി 5 ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി ഇപ്പം ഷോറൂമിൽ നൽകുമ്പോൾ 4 ലക്ഷം രൂപയ്ക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ 5-6 രൂപ അടച്ചാലും മതി. വീട്ടുകാർ പറഞ്ഞു വേണ്ട അമ്മ ഇപ്പോഴത്തെ പരിസ്ഥിതി മോശം, ഞാൻ വല്ലാതെ കടിച്ചു പിടിച്ച് നിൽക്കുക, ഞാൻ വീണ്ടും വണ്ടി ഇട്ട് കഴുകുക. പുത്തൻ വണ്ടിയോടുള്ള ആഗ്രഹത്തിന് അത് നടക്കത്തില്ല. പിന്നെ ഈ വണ്ടി ഇട്ട് കുളിപ്പിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പലപ്പോഴും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യം അതൊക്കെ. പക്ഷെ ഇതാ ഞാനത് ചെയ്യുമ്പോഴും നമ്മളത് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇവിടെ കൊണ്ട് ഇതും കൊണ്ട് ഒതുങ്ങാനുള്ളവരല്ല. അപ്പുറമായി വണ്ടി കഴുകുന്ന, വീട് വയ്ക്കുന്ന, അല്ലെങ്കിൽ വലിയ ബംഗ്ലാവ് വെക്കാൻ പോകുന്ന മനുഷ്യൻ തിരിച്ചറിയണം, ഞാൻ ഇവിടെ വിട്ടു പോകും. അവൻ പോകുമ്പോൾ എന്റെ ആ യാത്രയിൽ പകുതി വഴി വെച്ചാകരുത്. അങ്ങനത്തെ ഹലോ അങ്ങനത്തെ അതാണ് ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ താല്പര്യം. പക്ഷേ ആമേ സ്തോത്രം ആമേ ഒരു കൂട്ടർക്ക് ഒരു കാരണവശാലും ഇതിന്റെ സാധാരണ ഭാഷ പറഞ്ഞാൽ എന്തുവാണെന്ന് അറിയാൻ പോലും യാതൊരു യോഗ്യതയില്ലാത്ത നിലവാരത്തിൽ പിശാച് അവനെ ഒതുക്കി ആമേ മതത്തിന്റെ പേര് പറഞ്ഞു, മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞ് ചവിട്ടി കൂട്ടി ഒതുക്കി മൂലയിട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം ആമേ സ്തോത്രം അക്കൂട്ടത്തിൽ നിന്ന് ചിലരെ ദൈവം തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പിൽ ഞാനുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മളുണ്ടായി. അതൊരു ഭാഗ്യമല്ലേ? ആ ഭാഗ്യം അറിയുന്നൊരു വ്യക്തി ആമേ സ്തോത്രം നമ്മളെ നിന്നലി ദൈവത്തിന് നമ്മൾ എന്താ ചെയ്യണം? മഹത്വം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ കർമ്മ ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? ദൈവം ഈ ആമേ സ്തോത്രം ഞാൻ എപ്പോഴും എന്റെ മനസ്സിൽ എന്റെ ചിന്തയുണ്ട്. ആമേ സ്തോത്രം എഫെസ്യ ലേഖനത്തിൽ 2-5 വാക്യം തോന്നുന്നു. ആമേ സ്തോത്രം അറിയുന്നില്ല, പ്രകൃതിയാൽ നിങ്ങൾ ജാതികളായിരുന്നു, മാറ്റം വരുത്തുവാൻ ഒരിക്കലും കഴിയാത്തിടത്ത് നിന്ന് സ്വർഗത്തിലെ ദൈവം അവൻ തന്റെ രക്തത്താൽ വിലക്ക് വാങ്ങി നമ്മോട് ചോദിക്കാതെ നിത്യരക്ഷ നമുക്ക് വേണ്ടി ആമേ സ്തോത്രം കൈമാറ്റം നടത്തിയ ദൈവത്തിന് എത്രമാത്രം സ്തുതിച്ചാൻ പറ്റും? യഹൂദനൊഴികെ ഇവിടെ എല്ലാവരും ജാതികളെന്ന് പറയുമ്പോൾ ഇവിടെ അഭിമാനിക്കാനും ഞെളിഞ്ഞു നടക്കാൻ ആർക്ക് കഴിയും? അങ്ങനെ സ്തോത്രത്തിന്റെ പഠിക്കൽ പോലും ചെല്ലുവാൻ യോഗ്യതയില്ലാത്ത എന്നെ ആമേ സ്തോത്രം സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടം തോന്നിയിട്ട് അവൻ പിടിച്ച് അബ്രഹാമിനെ പിടിച്ചിറക്കിയതുപോലെ എന്നെ നിങ്ങളെ പിടിച്ചിറക്കിയെങ്കിൽ ഈ ശബ്ദത്തിലല്ല ആരാധിക്കേണ്ടത്. ആമേ സ്തോത്രം ലോകം തിരിച്ചറിയണം. ശരിക്കും പറഞ്ഞ അമ്മയെ ഒത്തിരി കൂടെ ചാട്ടുന്ന ഞാൻ. എന്റെ പേര് ആമേ സ്തോത്രം വാമദേവൻ എന്നാണ്. വാമദേവൻ പാസ്റ്റർ ബോമസായി മറ്റൊരു കാര്യം അവിടെ നീക്കട്ടെ. വാമദേവനെ തിരിച്ചാടേണ്ടത് നിങ്ങളെക്കാൾ അധികം മറ്റുള്ളവരെയൊക്കെ അഭിമാനിക്കാനും അവ എന്തൊക്കെയായെന്ന് പറഞ്ഞ് സ്വയം അവൻ പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന നടുവിൽ
വിളിക്കുവാൻ കഴിയാത്ത ഇടത്ത് നിന്ന് സ്വർഗത്തിലെ ദൈവം എന്റെ പേര് ചൊല്ലി അവൻ ജീവന്റെ പുസ്തകത്തിൽ മാനസാന്തരത്തിന്റെ പ്രക്രിയയോടുകൂടി അവൻ സ്വന്തം അതിനെ മുദ്ര ചെയ്യിച്ച് എന്നെ ആ പുസ്തകത്തിൽ ചേർത്തെങ്കിൽ ഹല്ലേലൂയ, എന്നെ പോലെ ഭാഗ്യവാൻ വേറെ ആരുണ്ട്? ഹല്ലേലൂയ. എത്ര വലിയ ഭാഗ്യം എന്നറിയാമോ? വലിയ ഭാഗ്യം. അപ്പൊ അങ്ങനെ ഉള്ള എന്നെ ഇവിടെ എന്തെങ്കിലും സ്തോത്രം, നല്ല വീട് വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ നല്ല വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ മക്കളെ നല്ല നിലവാരത്തിന് സ്തോത്രം വിവാഹം കഴിച്ചയക്കുവാൻ ഭാവി ജീവിതമൊക്കെ ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷെ അവരെയും ഞാനും സ്തോത്രം ഇവിടെ കൊണ്ട് ഒതുങ്ങുവാനല്ല നമ്മൾ ആഗ്രഹിക്കണം. ഇതിന് സ്വർഗത്തിന്റെ ദൈവം പദ്ധതി സ്തോത്രം ഇട്ടിട്ട് ലേഖനത്തിൽ കൂടെയും ഉപദേശത്തിൽ കൂടെയും ഉപമകളായി സ്തോത്രം ശക്തമായി വിവരിച്ചിരിക്കുന്ന ഭാഗം പലയിടത്തും നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒരു ഭാഗമാണ് സ്തോത്രം ഉപദേശ രൂപത്തിൽ ഇവിടെ പറഞ്ഞ് നമ്മളെ കേൾപ്പിച്ചത്, സ്തോത്രം വായിച്ച് കേൾപ്പിച്ചത്. അതിന് സ്തോത്രം കർത്താവ് വളരെ വ്യക്തവും നല്ല നിലവാരത്തിലെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാത്ത രീതിയിൽ നമ്മള് ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ ബാക്കി ഊഹിച്ച് കണ്ടൊക്കെ എടുത്തോണം. കാരണം കർത്താവ് പറഞ്ഞു കൊടുക്കുന്ന എന്ത് കാര്യം പറഞ്ഞത്? സ്വർഗത്തെ കുറിച്ചുള്ള കാര്യം പറയുന്നത്. ഹലോ, കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ സ്വർഗത്തെ കുറിച്ചാണ്. തിരുവായി ഒഴിഞ്ഞ് പറഞ്ഞിട്ട് സ്വർഗരാജ്യത്തെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ? അപ്പൊ ആ സ്വർഗരാജ്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ വളരെ ഗൗരവമുള്ള കാര്യമായതുകൊണ്ട് കർത്താവ് അതിനെ നന്നായി അതിനെ കാര്യങ്ങളെ ക്രമീകരിച്ചു. കാരണം കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കണം. അതുകൊണ്ട് അപ്പോൾ അതിനെ കർത്താവ് പറഞ്ഞൊരു ഉപമയാണ് 5-ാം അധ്യായം 1-ാമത്തെ വായിക്കാമോ പ്ലീസ്? ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും. അടുത്തത് കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് സ്തോത്രം. നമുക്ക് വളരെ നന്നായി മനസ്സിലാക്കുന്ന വിഷയമാണ് സ്തോത്രം. മുന്തിരിവള്ളിയിൽ സ്തോത്രം അത് ആ മുന്തിരിവള്ളിയോടുള്ള ബന്ധത്തിൽ അതിന്റെ ഫലവും തമ്മിലുള്ള ഒരു താരതമ്യ പഠന യേശുവാണ് പറയുന്നത്. പ്രത്യേകിച്ച് ആ ഉപമ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലും സ്തോത്രം പരിസരങ്ങളിലും ഒക്കെ മുന്തിരിവള്ളി ധാരാളമായി ഉള്ള ഒരു കാര്യമാണ്. കാര്യങ്ങൾ പറഞ്ഞാൽ വളരെ വ്യക്തമായി മനസ്സിലാകുന്ന കാര്യമാണല്ലോ എടുക്കാൻ. അപ്പൊ അന്നേരം മുന്തിരിവള്ളി തന്നെ ആയിക്കോട്ടെ. അപ്പൊ മുന്തിരിവള്ളി യഥാർത്ഥത്തിൽ ഒറ്റവാക്യം പറയാം, മുന്തിരി എന്ന് കേൾക്കുമ്പോൾ തന്നെ സന്തോഷം. ഷുഗർ വന്നാലും കൊള്ളാം, എന്തോ എന്ന് പറഞ്ഞാലും ശരി, മുന്തിരി തരുമ്പോ അല്പം സന്തോഷമാണ്. കഴിക്കാൻ പറ്റത്തില്ലെന്നുള്ള കാര്യം അത് പിന്നതായിരുന്നു, എന്നാലും സന്തോഷം. അപ്പൊ ഈ മുന്തിരിവള്ളി സന്തോഷമുള്ള കാര്യമാണ്. ഇതിനകത്തുള്ള ആനന്ദിപ്പിക്കുന്നതാണ്. ഇതിനെ നമുക്ക് ഉത്സാഹം തരുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ ഇത് കായ്ക്കണമെങ്കിൽ അതിന്റെ നിലവാരത്തിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകണമെങ്കിൽ അതിനെ താങ്ങി നിർത്തുന്ന ഒന്ന് വേണം. അത് താങ്ങി നിർത്താൻ ഒരു കൊമ്പ് ആവശ്യമാണ്. അപ്പൊ ഈ കൊമ്പിൽ വസിച്ചിട്ടല്ലാതെ മുന്തിരി കായ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ ആവശ്യം ഒന്നുകൂടെ വായിക്കാമോ പ്ലീസ്? എന്റെ പിതാവ് തോട്ടക്കാരനും ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നാൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ശക്തി വെടിപ്പാക്കുന്നു. അപ്പോ ഇവിടെ പറയുന്നത് നിങ്ങൾ സാക്ഷാൽ മുന്തിരിവള്ളി, ഞാൻ എന്റെ പിതാവ് തോട്ടക്കാരനുമാണ്. അതെ സ്തോത്രം. എന്നിൽ കായ്ക്കാത്ത അപ്പോ സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവിനെ, ദൈവത്തിന്റെ വചനത്തെ, യേശുവിനെ പിൻപറ്റുന്ന ഉപദേശം കേൾക്കുന്ന
ഒരു വ്യക്തിയിൽ ഫലമുണ്ടാകണം. ഫലം കഴിക്കണം. അപ്പൊ ഫലമില്ലെങ്കിൽ എന്ത് ചെയ്യും? ചെത്തി വെടിപ്പാണ്. അപ്പൊ ദൈവസഭയ്ക്കകത്ത് വന്നത്, ആരാധനയ്ക്കകത്ത് വന്നത്, അല്ലേ പറയുന്നത് വൃഥാവല്ല ഫലം കഴിക്കാൻ. ദൈവത്തിന് ഇഷ്ടമാണ്. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ ഈ ഉഴപ്പടി കാണിക്കുന്നത്? അത് പല കാര്യം. എന്തായാലും ശരി, മുന്തിരി വള്ളിയായി അവൻ സ്വന്തം സഭയ്ക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ പിന്നെ അതിനകത്തേക്ക് പല കാഴ്ച പാടേ. പാടേണ്ട സമയത്ത് പാടുക, ആരാധിക്കേണ്ട സമയത്ത് ആരാധിക്കുക. ആവേശത്തോടും ദൈവത്തോട് സംസാരിക്കാൻ തന്നിരിക്കുന്ന ഭാഷ അന്യഭാഷയാണെങ്കിൽ അത് സംസാരിക്കുക, അത് പ്രാപിച്ചില്ലെങ്കിൽ പ്രാപിക്കുക. ആവേശത്തോടും വെളിപ്പാട് പറയുക, പ്രവചനം പറയുക, പറ്റുമെങ്കിൽ ഭൂതങ്ങളെ പുറത്താക്കുക. ഇത്തരം ഫലങ്ങൾ നമ്മളിൽ കായ്ക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. പിന്നെ എന്തിനായി മറി കാണിക്കുന്നത്? നമ്മൾ പറയുന്നത് ആര് തരും, എപ്പോ തരും? എന്റെ പൊന്നെ, അങ്ങനെ പറയണം. നിങ്ങൾ ക്രിസ്തുവിൽ എപ്പോൾ ആയോ ആ നിമിഷം തൊട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അത് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ആഡ് ചെയ്തു കഴിഞ്ഞു. അവൻ ഫോണിൽ ചാർജ് ചെയ്യാനായിട്ട് നമ്മൾ ഫോൺ ചാർജ് ചെയ്തില്ലേ ഒരു മാസത്തേക്ക്. ഇച്ചിരി കഴിയുമ്പോൾ ഫോണിനകത്ത് ആമേ സ്തോത്രം എന്തൊരു ശബ്ദം കേൾക്കുമ്പോൾ മെസ്സേജ് വന്നു കേട്ടോ. സെക്കൻഡ് കഴിഞ്ഞപ്പോൾ മെസ്സേജ് വന്നു, നോക്കിയപ്പോൾ സംഗതി ആടായി. അന്നേരം തൊട്ട് തനിക്കറിയാൻ ഞാൻ ആമേ സ്തോത്രം ആമേ കൊടുത്ത പൈസക്ക് ആമേ കമ്പനിക്കാരി എന്റെ ഫോണിനകത്ത് അവൻ ഒരു മാസത്തേക്ക് ചാർജ് ചെയ്ത് ബോധ്യമുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം അവൻ നിന്നെ തിരഞ്ഞെടുത്ത് ഫലം കായ്ക്കുവാൻ ദൈവസഭയുടെ വാക്താക്കളാക്കി ദൈവവചനം കേൾപ്പിക്കുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ, ദൈവിക വചനം അവൻ പാടുവാൻ, പ്രാർത്ഥിപ്പാൻ ദൈവാത്മാവ് നിനക്ക് സാധ്യത അവസരം ഒരുക്കിയെങ്കിൽ അതിന്റെ അർത്ഥം നിന്നിൽ ഫലം കായ്ക്കുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. പിന്നെ എന്തിനാ നിങ്ങൾ പുറകോട്ട് പോകുന്നേ? ആരെ പേടിച്ചിട്ട് പുറത്തോട്ട് പോകുന്നത്? അവൻ എന്തുകൊണ്ട് നമുക്ക് ആയിക്കൂടാ? അവൻ ആർക്കെങ്കിലും 10 രൂപ കൊടുത്ത്, 100 നോട്ട് കൊടുത്ത്, 500 നോട്ട് കൊടുത്ത് അവൻ സ്വന്തം അല്പം സന്തോഷിക്കുന്നതിനേക്കാൾ ദൈവവചനത്തിന്റെ ആധികാരികത മനസ്സിലാക്കിയിട്ട് അതിൽ കൂടെ കാണിക്കുന്ന ശുശ്രൂഷ കൈമാറ് ഒരുവരെ നിത്യതയിൽ കൊണ്ടുപോകുവാൻ. അത് ഞാൻ തിരിഞ്ഞെന്നോട് ചോദിക്കുക, കർത്താവ് എനിക്കെന്ത് യോഗ്യത? എനിക്കൊരു യോഗ്യതയില്ല. പക്ഷെ എന്നെ യോഗ്യതരാക്കിയ ദൈവത്തിന് ഞാൻ ഏറ്റവും ബഹുമാനം കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ അല്പം ചാടുമ്പോൾ അതിന്റെ എന്റെ അഹങ്കാരമല്ല. ദാവീദിനോട് വെച്ചാൽ ദാവീദ് പറയും, ആട്ടിടനായിരുന്ന എന്നെ എങ്ങനെയെങ്കിലും നടന്ന എന്നെ എന്റെ വീട്ടിൽ ഒരുപക്ഷെ വേണ്ടതുപോലെ രാജാവായി അഭിഷേകം ചെയ്ത് എന്നെ ഇവിടെയാക്കിയെങ്കിൽ അത് ദൈവത്തിന്റെ സ്നേഹമാണ്. അതുകൊണ്ട് ഞാൻ നിനക്കറിയത്തില്ല, സന്തോഷം നിനക്കറിയത്തില്ല, എനിക്കറിയാം. ഞാൻ അനുഭവസ്ഥനാണ്. ഇതാ ബന്ധുക്കോസ്തുകാരും ആമേ സ്തോത്രം മറ്റ് ചില ആരാധകരുമുള്ള വ്യത്യാസം. മർമ്മങ്ങൾ തിരിച്ചറിയുമ്പോൾ ആമേ സ്തോത്രം അവര് ആമേ അങ്ങ് ചാട്ടോ. പത്താം ക്ലാസ്സും കുത്തി കഴിഞ്ഞ് വേണ്ടത്ര വിദ്യാഭ്യാസം ചെയ്യാൻ അന്നത്തെ കാലത്ത് നിവൃത്തിയില്ലാതെ നാട് വിട്ടുപോയ സ്തോത്രം ഞാൻ എനിക്കിപ്പോൾ അത് നെറ്റ് തോന്നി കേട്ടോ. ആമേ സ്തോത്രം അവിടെ അനാഥാലയത്തിൽ ചെന്ന് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അവരുടെ യൂണിയൻ കൊച്ചിൻ കോർപ്പറേഷന്റെ അനാഥാലയത്തിൽ കാക്കി നിൽക്കുന്നോട്ട് ഒരു ഗോതമ്പുണ്ടയ്ക്ക് വേണ്ടി കാത്തിരുന്ന് ഞാൻ ഇന്ന് ഈ മർമ്മം പറയുവാൻ സഹായിച്ചു.
ഹല്ലേലൂയ. എത്ര വലിയ ഭാഗ്യം മറ്റ് വിഷമം കണ്ടിട്ടില്ല. വളരെ ബുദ്ധിമുട്ടുള്ളത് മനസ്സിലാവും. എന്നെ പാട്ടിനെ കുറിച്ച് ഇഷ്ടമില്ലേ? നമ്മുടെ പാടിക്കൊള്ളാൻ പറഞ്ഞ വയ്ക്കാം. ചിലപ്പോൾ ചോദിക്കുന്നത് എന്താ കാര്യം അറിയാൻ വയ്യ, അതൊക്കെ ചിന്തിച്ച് കാണുമായിരിക്കും. അതിതാ കാര്യം. കാരണം അവൻ ഒരു മീറ്റിംഗ് അവൻ എന്നെ അവൻ നഷ്ടപ്പെടുത്താതെ അവൻ നിരന്തോറും ഓടുകയാണ്. കാര്യം ഇതിന്റെ കാര്യമാണ്. അവൻ ഇവിടെ വരെ വന്നിട്ട് പോകുമ്പോൾ എന്തെങ്കിലും കിട്ടുന്നുള്ള പ്രതീക്ഷയല്ല കേട്ടോ. എന്തെങ്കിലും ആമ ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയില്ല. ദൈവം അതിന്റെ രാജ്യം കൂടെ നിങ്ങൾക്ക് സ്ഥലം ലഭിക്കുമെന്ന് ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ആമേ സ്തോത്രം ദൈവത്തിന് മുൻപാണ് നടക്കുന്നത്. അവൻ ദൈവം കാണുമ്പോൾ തന്റെ മക്കളെ വെറുതെ ഒരിക്കലും കൈവിടത്തില്ല. അപ്പം വന്നാലും അമ്മ വന്നാലും മുഴുവൻ പിടിച്ചോ, ഒന്നുകൊണ്ട് പേടിക്കണ്ട. ആമേ വിദ്യാഭ്യാസം നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഞാൻ പഠിച്ചു, ഞാൻ ബൈബിൾ പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആമേ സ്തോത്രം എവറി എക്സാം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. സ്തോത്രം അത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞു സാക്ഷ്യം പറഞ്ഞു തന്നത്. ആമേ സ്തോത്രം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവയെ അതൊക്കെ പറയുമ്പോഴാണ് സ്തോത്രം ആ ഒരു മാറ്റം ദൈവം തന്നല്ലോ. അവയെ അറിയപ്പെടുന്ന ഒരു ഫിലിം സ്റ്റാറിന്റെ കടയിൽ ജോലി ചെയ്ത വ്യക്തിയാണ് ഞാൻ. പഴയ കാലത്തിൽ അറിയപ്പെടുന്നതായിരുന്നു. ആമേ ഇന്നുള്ള മമ്മൂട്ടി മോന്റെ പേര് അതായത് കുഞ്ഞുനാൾ തൊട്ടേ എനിക്കറിയാം. ആമേ അടുത്തിടെ വഴിയിട്ടില്ല. അത് കുഞ്ഞുനാൾ തൊട്ട് ഞാൻ വർക്ക് ചെയ്ത കടയിൽ അദ്ദേഹം എൻ്റെ പപ്പയുടെ കൂടെ മമ്മൂട്ടി എന്ന് പറയുന്ന കൂടെ ഈ മോൻ കയറി വരുന്നതും അവിടെ നിന്ന് ഇയാളെ കൊച്ചെടുക്കാനായിട്ട് കളിക്കുന്നതും പോകുന്നതൊക്കെ കാണത്തക്കുള്ള അനുഭവം. ഞാനൊരു ഡ്രൈവർ ആയതുകൊണ്ട് ആ സന്ദർഭം അന്ന് എങ്ങനെയെങ്കിലുമൊക്കെ നടന്നു. അപ്പനും അമ്മയും ആരാധിച്ച ഈ സത്യദൈവത്തെ ആരാധിക്കാൻ എന്നോട് പറഞ്ഞ പലപ്പോഴും എനിക്കിഷ്ടമല്ല. അന്ന് ഞാൻ ഒത്തിരി ഇതിനെയൊക്കെ വിമർശിച്ചാണ്. കത്തോലിക്കൽ ആരാധനയൊക്കെ കഴിച്ച് അവിടുത്തെ കുർബാനയ്ക്ക് ഇപ്പോൾ പാടിയൊക്കെ നടന്ന ആളാണ്. അന്ന് ഞാൻ അമ്മയെടുത്ത് വാപത്തെ വിലക്കത്തോടെ ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് എന്തോ അറിയാം. ഇന്ന് ഞാൻ സ്തോത്രം ഒരു നിമിഷം അമ്മയുടെ മനസ്സോട് മാത്രമേ കർത്താവ് അവ എൻ്റെ പോയതാ. അന്ന് എനിക്ക് തോന്നി ഞാൻ പറയുന്നത് എൻ്റെ വലിയ വിടുത്താണ്. ഇപ്പോഴായി എനിക്ക് മനസ്സിലായത് വർഷത്തുമാണ്. ആ അനുഭവത്തിൽ നിന്ന് എൻ്റെ കർത്താവ് എന്നെ കൊണ്ടുവന്നേക്കും ഇരുപ്പാൻ ആഗ്രഹിക്കുക. കേൾക്കുന്ന പ്രിയപ്പെട്ടത് അവന്റെ വചനത്തിലേക്ക് അവൻ വായിച്ചു വെച്ച വചനമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് അവൻ ചില സെക്കൻഡ് ഗുരുവാക്യമായി വായിച്ച ആ 7 അധ്യായത്തിന്റെ ആ വാക്യം 7 വാക്യം 5-ന്റെ 7-ാമത്തെ വാക്യം വായിച്ച നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുകയും അത് നിങ്ങൾക്ക് കിട്ടും. അത് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടും. നോക്കി ഭയങ്കര ആശയമാണ് കേട്ടോ. നമുക്ക് ശിഷ്യന്മാർ പറയാ നിങ്ങളിൽ ഫലം ഉണ്ടാകണം. അത് എന്റെ ആഗ്രഹം. അത് എന്തിനാന്ന് വെച്ചാല് എന്നെ ഏൽപ്പിച്ച ജോലി നിങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നിട്ട് പിതാവ് മഹത്വപ്പെടുത്തും. എത്ര വലിയ മർമ്മം മനസ്സിലായിച്ചോ? അല്ലെ? അടുത്ത വാക്യം അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. ഞാൻ ആവശ്യമാണ് ശിഷ്യന്മാരാകും. അവൻ അവൻ നല്ല ശിഷ്യനാണെങ്കിൽ അവൻ ഗുരുവിനെ പഠിക്കാം. അവൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പഴേ പറഞ്ഞാൽ അപ്പഴേ ഇരിക്കണം എന്ന് പറഞ്ഞു. ഹലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പഴ് പറഞ്ഞാൽ അപ്പഴേ ഇരിക്കണം എന്ന് പറഞ്ഞ പോലെ അവൻ ഈ അപ്പനാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് അതുപോലെ കാൽവരിയിലെ രക്തത്താണ് നമ്മൾ ജനിപ്പിച്ചുവെങ്കിൽ ആ അപ്പന്റെ മക്കളായിരിക്കണം. ആയില്ലെങ്കിൽ ഇന്ന് രാത്രി തീരുമാനമെടുക്കാം. കർത്താവേ അങ്ങയുടെ മക്കളാകും, അവന്റെ മകനാകും മകളാകും ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ശിഷ്യനാണ്. ആ ഗുരുവിൽ നിന്ന് പഠിച്ചത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയ ആ ഗുരു ചെയ്തതുപോലെ നമുക്ക് ചെയ്യാം. ആ ഗുരു ചെയ്തതുപോലെ നമുക്ക് ചെയ്യണ്ടേ? നമ്മൾ കരം വയ്ക്കുമ്പോൾ ഒരു രോഗി സൗഖ്യമുണ്ടല്ലേ? നമ്മൾ കരം വയ്ക്കുമ്പോൾ ആമേ സ്തോത്രം ഒരു ഭൂതം പുറത്തു പോണ്ടേ? നമ്മൾ കരം വയ്ക്കുമ്പോൾ ആമേ സ്തോത്രം കുളക്കരയിൽ കിടന്ന ആമേ സ്തോത്രം ഒരു രോഗിയെ സൗഖ്യമാക്കി പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയതുപോലെ യേശു പറഞ്ഞു ആമേ നിങ്ങൾ ഒന്നുകൂടെ ഭയക്കണ്ട, ഞാൻ ചെയ്യുന്നതിനേക്കാൾ അധികം ഈ വചനം കേൾക്കും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു ആമേ മക്കൾക്ക് അല്പസമയം